അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാന്റെ തിരിച്ചടിയാകട്ടെ കുവൈറ്റിലെ US വ്യോമതാവളം ആക്രമിക്കുകയാണ് ചെയ്തത്. പിന്നാലെ ഇപ്പോൾ ഈ ആക്രമണത്തിൽ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് കുവൈറ്റ് രംഗത്ത് വന്നു. കുവൈറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഭയാനകമായ നാശനഷ്ടങ്ങളാണ് പ്രദേശത്തുണ്ടാക്കിയിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാകാത്ത അധിനിവേശമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കുമേലുള്ള നഗ്നമായ ലംഘനമാണ് ഇറാന്റെ നടപടി എന്നതായിരുന്നു മന്ത്രാലയത്തിന്റെ കടുത്ത ആരോപണം. ഔദ്യോഗിക പ്രസ്താവനയിൽ അവിടെ വലിയ രീതിയിൽ ജനവാസ മേഖലകൾക്കും രാജ്യത്തെ സുപ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും നേരിട്ടുള്ള ഭീഷണിയാണ് ആക്രമണം ഉയർത്തിയതെന്നതാണ് കുവൈറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കുവൈറ്റിന്റെ അതിർത്തിയിലേക്കും സുരക്ഷാ മേഖലയിലേക്കും കടന്ന് വലിയ രീതിയിൽ നടന്ന കടന്നുകയറ്റം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത അധിനിവേശമായി തന്നെ മാറിയെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം കുറയ്ക്കുവാനും വിവിധ സൗഹൃദ രാഷ്ട്രങ്ങൾ നയതന്ത്ര തലത്തിൽ ഇടപെടുന്നു എന്ന സമയത്താണ് ഇപ്പോൾ ഇറാന്റെ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവിടെ കുവൈറ്റ് എടുത്തു പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ ഒരു കാര്യം. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങളും ഇത്തരം ആക്രമണങ്ങൾ തകർക്കുകയാണ് ചെയ്യുന്നത് എന്നതായിരുന്നു മന്ത്രാലയത്തിന്റെ കടുത്ത മുന്നറിയിപ്പായി തന്നെ പുറത്തുവരുന്നത്. കൂടാതെ തന്നെ ഇത്തരം ആക്രമണങ്ങൾ ഉടൻ തന്നെ അവിടെ നിബന്ധനകളില്ലാത്ത അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാകണമെന്നും ഭാവിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ടെഹ്റാൻ ആയിരിക്കും പൂർണ്ണ ഉത്തരവാദിയെന്നും കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നേരത്തെ തന്നെ സംഘർഷാവസ്ഥ രൂക്ഷമായ സാഹചര്യത്തിൽ കുവൈറ്റിന്റെ ഈ ഒരു കടുത്ത പ്രതികരണം മേഖലയിൽ പുതിയ നയതന്ത്ര ചർച്ചകൾക്കും സുരക്ഷാ ആശങ്കകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി തന്നെ ഒട്ടേറെ സൗഹൃദ രാജ്യങ്ങൾ നയതന്ത്ര തലത്തിൽ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരം നടപടികൾ മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ നയതന്ത്ര നീക്കങ്ങളെയും തകർക്കുന്നതാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഉടനടി തന്നെ അവിടെ നിബന്ധനകളില്ലാത്തതും അവസാനിപ്പിക്കാൻ വലിയ രീതിയിൽ ഇറാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അനന്തരമായ ഫലങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കേണ്ട അവസ്ഥ വരുമെന്നാണ് കുവൈറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടേഡിന്റെയും 2026 സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 2817 ഗുരുതരമായ ലംഘനമാണ്. ഏതൊരു അധിനിവേശത്തിൽ നിന്നും അവിടെ ഭീഷണിയിൽ നിന്നും രാജ്യത്തിന്റെ സുരക്ഷയും ഭൂപ്രദേശവും തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി തന്നെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുവാനുള്ള പൂർണ്ണമായ അവകാശവാദം അത്തരത്തിൽ അത് കുവൈറ്റിൽ നിഷ്പക്ഷമാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഇറാനുള്ള കടുത്ത മുന്നറിയിപ്പായി തന്നെ കണക്ക് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.